വീണ്ടും സ്വാഗതം. നമ്മൾ രാവിലെ ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. അതിഥി എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, നാളെ മുതൽ ന്യൂസ് 18 ദിയ 2024 പുരസ്കാര വിതരണ ചടങ്ങുകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ന്യൂസ് 18 സംപ്രേഷണം ചെയ്യും. വൈകിട്ട് 5 മണിക്ക് പുരസ്കാര ജേതാക്കളും അതിഥികളും വിശേഷങ്ങൾ പങ്കുവെച്ച് റെഡ് കാർപ്പറ്റ് കാണാം. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുരസ്കാര ജേതാക്കളുമായി നമ്മൾ നടത്തിയ ചിറ്റ്ചാറ്റ് കാണാം. ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകിട്ട് 4:30 മുതൽ പുരസ്കാരദാന ചടങ്ങ് ന്യൂസ് 18 കാണുകയും ചെയ്യാം. അപ്പോൾ അതാണ് ദിയ 2024 അവാർഡ്സിലെ വിജയിലേക്കാണ് നമ്മൾ പോകുന്നത്. ദിയ 2024 അവാർഡ്സിൽ നമ്മൾ നിരവധിയായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള അവാർഡുകൾ പരിഗണിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗ്രീൻ തമ്പ് അവാർഡ്. ഗ്രീൻ തമ്പ് അവാർഡ് ഇത്തവണ സ്വന്തമാക്കിയത് അത് മറ്റാരുമല്ല, ബിൻസീസ് ഫാമിലെ ബിൻസി ജെയിംസ് ആണ്. സ്വാഗതം ബിൻസി. സ്വാഗതം. ഗുഡ് മോർണിംഗ് ബിൻസി ചേച്ചി. അന്ന് നമ്മൾ വേദിയിൽ വെച്ച് കണ്ടതാണ്. പിന്നെ എന്താണ് ഇതവിടെ രാവിലെ തന്നെ ഇറങ്ങിയല്ലോ? അതെ അതെ, രാവിലെ തോട്ടത്തിലായിരുന്നു. അപ്പൊ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അടിപൊളി, കൊള്ളാം കൊള്ളാം, സൂപ്പർ. എന്താണ് രാവിലെ എന്താ കൃഷി എന്താണ്? ഇപ്പൊ നമ്മുടെ തക്കാളിയാണ് പുറകിൽ നിൽക്കുന്നേ. അപ്പൊ നമ്മൾ വള്ളിയിലാണ് ഇതുപോലെ കയറ്റി വിടുന്നത്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ വളരുന്നതിനനുസരിച്ച് മുകളിലേക്ക് കെട്ടിവിടണം. അപ്പൊ ആ പണി നടന്നുകൊണ്ടിരിക്കുക. എത്ര മണിക്ക് ഇറങ്ങി രാവിലെ? രാവിലെ ഒരു 6 ആയപ്പോ. 6 ആയപ്പോ ഇറങ്ങി. ഇതാണ് ഈ ബിൻസി ഫാമിനെ എന്തുകൊണ്ട് വ്യത്യസ്തയാക്കുന്നു എന്നുള്ളതിന് ഇപ്പൊ പ്രേക്ഷകർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി കിട്ടി. ഈ വളരെ രസകരമായിട്ട് കൃത്യമായ കാര്യങ്ങൾ അതേപടി മുന്നിലേക്ക് എത്തിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളില്, അല്ലെ? ആരാ പിന്നിൽ നിൽക്കുന്നത്? നമ്മുടെ ചേട്ടായി. ആണോ? ജെയിംസ് ചേട്ടനാണോ? ജെയിംസ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖം തന്നെ? ഓർമ്മയുണ്ടോ? മറന്നോ ഞങ്ങളൊക്കെ? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പുരസ്കാര വേദിയിൽ എത്തിയതും അവിടെ നമ്മുടെ താരങ്ങൾക്കൊപ്പം ഒക്കെ സമയം ചെലവിട്ടതും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളുണ്ടായിരുന്നു, സിനിമാ താരങ്ങളുണ്ടായിരുന്നു, പിന്നെ പാവപ്പെട്ട ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? എൽദോ, ഞങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോ ഈ കൃഷിയിടത്തിൽ തന്നെയാണ് നമ്മളുടെ ജീവിതം എല്ലാം തന്നെ. പുറത്തോട്ട് അധികം യാത്രകളില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള പുരസ്കാരങ്ങൾ, ഇതൊരു വലിയ പുരസ്കാരമായിരുന്നു എന്നെ സംബന്ധിച്ച്, ഞങ്ങളെ ബിൻസീസ് ഫാമിനെ സംബന്ധിച്ച്. മാത്രമല്ല, ഇതുപോലെ പുറത്തേക്ക് വരാനും എല്ലാവരെയും നമ്മൾ ആരാധനയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ, നിങ്ങളെയൊക്കെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ നമ്മളെപ്പോലുള്ള കൃഷിക്കാരെ സംബന്ധിച്ച്? ഉറപ്പായും അതിനേക്കാൾ ഉപരി നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത്. കാരണം രണ്ടുപേരുടെയും സംസാരത്തിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയൊരു ഊർജ്ജം ഭയങ്കരമായിരുന്നു. താങ്ക് യു. അപ്പൊ എങ്ങനെയാ ഇപ്പൊ എന്തൊക്കെയാ തക്കാളി, വേറെ എന്തൊക്കെയാ കൃഷിയുള്ള അവിടെ? മുകളിൽ ക്യാബേജ് ഉണ്ട്. നമ്മുടെ പുതിയ സ്ഥലമാണ്. നമ്മൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു സ്ഥലം, ഇത്ര നാള് നമ്മൾ പാട്ടത്തിനടുത്ത് ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇത് നമ്മളുടെ സ്വന്തം സ്ഥലം, നമ്മളുടെ സ്വന്തം. അപ്പൊ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 60-70% ഒക്കെ ആയി കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. ക്യാബേജ് ഉണ്ട്. നമ്മളുടെ കൃഷി എന്ന് പറയുന്നത് എപ്പോഴും ശീതകാല വിളകളാണ് കൂടുതലും. അതായത് നമ്മളിപ്പോ ഇവിടെ കൃഷി ചെയ്ത് നമ്മൾ പുറത്തേക്കൊക്കെ അല്ലേ കൊടുക്കുന്നത്, കാഞ്ഞിരപ്പള്ളി, എറണാകുളം, അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ വിളയാത്ത പച്ചക്കറികള്, നമ്മുടെ നാട്ടിൽ വിളയുന്ന പച്ചക്കറികള്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, പിന്നെ കെയില്, വിദേശ ഇനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. വിദേശ ഇനങ്ങളൊക്കെ പറഞ്ഞാൽ കെയിൽ പോലുള്ള ചീരകള്, പിന്നെ ചൈനീസ് ക്യാബേജ്, അങ്ങനെയുള്ള ഐറ്റംസ്. എനിക്ക് തോന്നുന്നു നമ്മൾ അതൊക്കെ ഒരു കൗതുകത്തിനാണ് വളർത്തിയതെങ്കിലും കൂടുതലും വിദേശികളാണ് അത് കാണാൻ വന്നത്. കാരണം അവരുടെ നാട്ടിൽ അവരത് കഴിക്കുന്നുണ്ട്. പക്ഷെ ആ ചെടി അവർ കണ്ടത് നമ്മുടെ കേരളത്തിൽ ഇവിടെ വന്നപ്പോഴാണ്, ഇടുക്കിയിൽ വന്നപ്പോഴാണ്. അങ്ങനെയാണ് മനസ്സിലായത്. അവിടെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിലൊന്നും അധികം അറിയപ്പെട്ടു തുടങ്ങിയിട്ടില്ല ഇത്. അപ്പൊ ഇനി അടുത്ത പുതിയ വീഡിയോ എന്താ? പുതിയ വീഡിയോ നമുക്കൊന്നിലും വീഡിയോ ചെയ്യുമ്പോ ഇന്ന വീഡിയോ ആണെന്നുള്ള എക്സ്പെക്ടേഷൻ ഇല്ല. എന്താണോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങ് വീഡിയോ ആക്കും, അത്ര മാത്രമേ ഉള്ളൂ. ജെയിംസ് ചേട്ടാ എന്നുള്ള ആ ഒരു വിളിയിലുണ്ടായിരുന്നു. ജെയിംസ് ചേട്ടാ ബാക്കിൽ ഒരുപാട് ദൂരെ പോയി അടുത്ത് വാ. ചേട്ടായിക്ക് എന്താണെന്നറിയോ? ചേട്ടായിക്ക് പണിയാണ് മെയിൻ, കൃഷിയാണ് മെയിൻ. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ.
ആഹാ. ഓക്കെ, ഈ കായ്ച്ചു തുടങ്ങിയോ ഈ തക്കാളിയൊക്കെ? ഇല്ലില്ല, പൂവിട്ട് തുടങ്ങി. ഓക്കെ, ജെയിംസ് ചേട്ടാ നമസ്കാരം. 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 രാവിലെ തന്നെ രണ്ടുപേരും കൂടെ അങ്ങ് ഇറങ്ങി. നല്ല പരിപാടികൾ തീരുള്ളൂ. ആ, ഇത് എത്ര മണി വരെ പോകും? അങ്ങനെ സമയമില്ല, കിട്ടുന്നിടം വരെ. ആണ്. ആഹാ. കണ്ണു കാണാൻ പറ്റാതെ എപ്പോ ആകുന്നു അന്നേരം. ആ. അപ്പൊ എങ്ങനെയാ, വീട് ചേർന്ന് തന്നെയാണോ ഈ സ്ഥലം? ആ, ഇതിനകത്ത് തന്നെ വീട്. അടുത്ത് തന്നെയാ. ഇതിപ്പോ നമ്മുടെ സ്വന്തം സ്ഥലം. ഇതിപ്പോ എന്തോരം ഉണ്ട് നമുക്കിപ്പോ വിസ്തീർണം? പിന്നെ 2.5 ഏക്കർ. ഓക്കെ, അതിൽ പൂർണ്ണമായിട്ടും പച്ചക്കറി കൃഷിയാണോ? ഇല്ല, ഒരു പകുതി. ബാക്കി ഏലവും പൊടിയും ജാതിയൊക്കെ ആയിട്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോ മറ്റേ നമ്മൾ പാട്ടത്തിനെടുത്ത സ്ഥലത്തും കൃഷി തുടരുന്നില്ലേ? ഇല്ലില്ല, അത് വിട്ടായിരുന്നു, പാട്ടം വിട്ടായിരുന്നു. മൊത്തം വിട്ടായിരുന്നു അല്ലേ? ആ, ഓക്കെ 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 ഓക്കെ. പിന്നെ എന്താണ് ജെയിംസ് ചേട്ടൻ, എന്താണ് വിശേഷം? അന്ന് നമ്മൾ നേരിൽ കണ്ടപ്പോൾ, അന്ന് അവിടെ കൊച്ചിയിലൊക്കെ വന്നപ്പോ സന്തോഷമായിരുന്നോ? പിന്നെ ഏഹ്, അതെ അതെ. സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി എന്താണ് രാവിലെ തക്കാളിത്തോട്ടത്തിലേക്ക് ഇറങ്ങി, ഇനി ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ എപ്പോഴാ കൊണ്ടുവരികയാണോ? വീട്ടിൽ പോയി ഒക്കെ റെഡിയാക്കിയോ? വീട് ഇവിടെ അടുത്ത് തന്നെ. ആ ആ. ബിൻസേച്ചി, അപ്പൊ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഒരു സമയം രാവിലെ സോഷ്യൽ മീഡിയ നോക്കുന്നത് കൊണ്ട് കുറച്ച് ഇത് താമസം വരും. പിന്നെ 10 മണിക്ക് കാപ്പി, ഉച്ചയ്ക്ക് ചോറല്ലേ. അപ്പൊ അതിനോടിടയ്ക്ക് പിന്നെ നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറികൾ അങ്ങനൊന്നും അല്ലല്ലോ. എന്ത് ചെയ്താലും എന്തുണ്ടാക്കിയാലും വീട്ടിലെല്ലാവരും കഴിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇച്ചിരി കഞ്ഞി ഇട്ടിട്ട് ഇറങ്ങി വന്നാല് പിന്നെ ചിലപ്പോ കറിയില്ലെങ്കിൽ ഇച്ചിരി മുളക് പൊട്ടിച്ചിട്ടാണേലും നമ്മൾ ധാരാളം. കുടിക്കും. ഉറപ്പായിട്ട് അതന്നെയാണല്ലോ ഏറ്റവും വലിയ അതുകൊണ്ടാണ് സന്തോഷം. ഇതൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. ഈ രാവിലെ അപ്പൊ എല്ലാ ദിവസവും എഴുന്നേറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകളും പിന്നെ ലൈക്കുകളൊക്കെ നോക്കുവോ? നോക്കും കമന്റുകളെല്ലാം നോക്കും. പക്ഷെ എല്ലാത്തിനും നമുക്ക് മറുപടി കൊടുക്കാൻ സമയം കിട്ടത്തില്ല. എല്ലാം നോക്കും. ആ, ഓക്കെ. എല്ലാം കാരണം നോക്കും. അറിയണ്ടേ നമ്മളെ, അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. പിന്നെ ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഞങ്ങൾ തന്ന ആ പുരസ്കാരം വളരെ ഭദ്രമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതായത് ഇനി നമുക്ക് അവാർഡുകളെല്ലാം തന്നെ ഒരിടത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതുവരെയും അത് ശരിക്കും അടുക്കി വെക്കാനുള്ള ഒരു സ്ഥലം റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ തോട്ടത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പണികൾ തീർന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ നോക്കത്തുള്ളൂ. ഇതുവരെ നമ്മൾ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ പുരസ്കാരങ്ങളെല്ലാം ഭംഗിയായിട്ട് വെക്കാൻ ഒരു സ്ഥലം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യണം. ഞാനിപ്പോ അതൊക്കെ സൂക്ഷിച്ച് എല്ലാം ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ശരിയാവും. നമ്മൾ ഈ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു മാറ്റമല്ലേ ജീവിതത്തിൽ ഉണ്ടായത്. പിന്നെ ഇനിയാണോ മാറ്റത്തിന് സാധ്യത? ഉറപ്പല്ലേ? ഒരിക്കലും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന പോലും നമ്മൾ വിചാരിക്കുന്നില്ല അല്ലേ ഏട്ടായി? സംസാരിക്കും. ഇനിയും പിന്നെ മുകളിലേക്ക് പോകുന്നല്ലേ ഉള്ളൂ. ഇതിപ്പോ നമ്മളൊരു ചെറിയ 2.5 ഏക്കർ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് കൂടുതൽ സ്വന്തമാക്കാൻ. കൂടുതൽ കൃഷി ചെയ്യണമെന്നുണ്ട്. നമുക്ക് നോക്കാം വരുന്ന പോലെ. എന്താണോ മുമ്പിൽ നിന്ന് നമുക്കൊന്നും മുമ്പിലേക്ക് പ്രതീക്ഷകളൊന്നും ഇല്ല. ഇതുവരെയും പ്രതീക്ഷകൾ വെച്ചിട്ടല്ല വന്നത്, ഇനിയും അല്ല. പക്ഷെ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എല്ലാരും എന്ത് പറഞ്ഞു? ഈ ഫോട്ടോ ഒക്കെ സ്റ്റോറി ഇട്ടതും ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ എല്ലാരും എന്ത് പറഞ്ഞു? ഇങ്ങനെ ഭയങ്കര നല്ല അഭിപ്രായമല്ലായിരുന്നോ? ഒരുപാട് പേര്, എത്രയോ ആളുകൾ സ്നേഹിക്കുന്നു എന്നുള്ളത്, ഒരു നെഗറ്റീവ് പോലും ഇല്ല എന്നുള്ളത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവിടെ ഏറെ നേരം ചെലവഴിച്ച് എല്ലാവരോടും ചേർത്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പിരിഞ്ഞ ബിൻസി ചേച്ചിയും ചേട്ടനെയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നമുക്കതൊക്കെയല്ലേ ഉള്ളൂ പിന്നീട് ഓർക്കാൻ. അതെ, ഒരുപാട് സന്തോഷമായി അന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞതും സംസാരിക്കാൻ കഴിഞ്ഞതും ഒക്കെ. ഇപ്പൊ വന്നപ്പോൾ അതിലേറെ സന്തോഷം. അപ്പൊ നമ്മുടെ ടെലികാസ്റ്റിംഗ് വരികയാണ് കേട്ടോ. അപ്പൊ അത് ഉറപ്പായിട്ടും കാണണേ. തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും പറയുകയും ചെയ്യണം. ഇനി നമ്മുടെ പേജിലും ഇടണം. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ഇന്ന് രാവിലെ തന്നെ എന്തെങ്കിലും തോട്ടത്തിലേക്ക് ഇറങ്ങി? അവിടെ തണുപ്പൊക്കെ ഉണ്ടോ അതോ മഴയുണ്ടോ? എന്താ അവസ്ഥ? തണുപ്പ്, ചെറിയ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് 2 ദിവസമായിട്ട്. തണുപ്പായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ആണല്ലേ? ഓക്കെ. ഈ തക്കാളി കൃഷിക്ക് ഈ മഴ പ്രശ്നമുണ്ടോ? തക്കാളി കൃഷിക്ക് മഴ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ സാധാരണ മഴമറയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പുതിയ സ്ഥലം ആയതുകൊണ്ട് മഴമറ ആകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തക്കാളി ഇല്ലാതെ പറ്റത്തും ഇല്ലാത്തത് കൊണ്ട് തക്കാളി ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഹൈ റേഞ്ചിനെ സംബന്ധിച്ച് തക്കാളി ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോഴേ ഹൈ റേഞ്ച് ആണ്. അതായത് കുറെ പേര് ചോദിക്കുന്നു ബിൻസി ചേച്ചിയുടെ സ്ഥലം എങ്ങനെ എത്തും, എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ. അതൊന്ന് ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? എവിടെയാണ്, എങ്ങനെ വരണമെന്നൊക്കെ? നമ്മൾ ഇടുക്കിയാണ്. കട്ടപ്പന വന്നിട്ട് ഈട്ടിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു 15 കിലോമീറ്റർ യാത്രയുണ്ട്. അവിടെ തേക്കിൻകാനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്.
അപ്പൊ ഞാൻ എന്തായാലും നമ്മളുടെ പേജിലൂടെ കറക്റ്റ് വഴികളൊക്കെ ഇടും. ഇപ്പൊ നമ്മള് കൃഷിയൊന്നും സെറ്റ് ആകാത്തതുകൊണ്ടാണ് വഴികളൊന്നും ഇപ്പോ നമ്മള് വീഡിയോ ഇടാത്തത്. ഓ അതാണ്. അപ്പൊ അത് എല്ലാം സെറ്റ് ആക്കിയിട്ട് കുറച്ചകത്തേക്കാണ്, കുറച്ചകത്ത് ഉള്ളിലേക്ക് വരണം. ആണോ? വണ്ടി എത്തില്ലേ? വണ്ടി എത്തും. ജീപ്പ്? ജീപ്പല്ല, എല്ലാ വണ്ടികളും എത്തും. എല്ലാ നല്ല വണ്ടിയും വഴിയും നല്ല ടാറിംഗ് റോഡൊക്കെ തന്നെ. അപ്പൊ എന്താണെങ്കിലും വരുന്ന ആളുകൾക്ക് സുഖമായിട്ട് എത്താൻ പറ്റുമല്ലോ. പിന്നെ എല്ലാരും വരുവാണെങ്കിൽ ചേനയൊക്കെ പറിച്ച് പുഴുങ്ങിയൊക്കെ കഴിച്ചിട്ട് പോവാം. എൽദോ എല്ലാരും അന്ന് എനിക്ക് നൽകിയ വാഗ്ദാനത്തിൽ ഒന്നായിരുന്നു, വീട്ടിലേക്ക് വരണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പച്ചത്തക്കാളി കൊണ്ടുള്ള തോരൻ. തീർച്ചയായിട്ടും. ഓക്കെ. അതെ, തക്കാളിയൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും പോര്. ഡിസംബർ അവസാനം അല്ലേ? ശരി. അപ്പൊ ക്രിസ്മസ് സമയം കൂടിയാണല്ലോ, ഉറപ്പായിട്ടും അപ്പൊ ഒന്നൊരു ഈട്ടിത്തോപ്പ് സന്ദർശനമാവാം. തീർച്ചയായിട്ടും. എനിക്ക് എന്തോ അല്ല, മൂവാറ്റുപുഴ ഇങ്ങോട്ട് പോരാൻ എളുപ്പമല്ലേ? ഞാൻ മൂവാറ്റുപുഴയാണല്ലോ. മൂവാറ്റുപുഴ വളരെ അടുത്തല്ലേ, തൊട്ടടുത്തല്ലേ. പക്ഷെ ഞങ്ങളുടെ സ്റ്റുഡിയോ ഇപ്പോ ഞാൻ ജോലിയുടെ ഭാഗമായി തിരുവനന്തപുരത്താണ്. ശരി ശരി. സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാരും കൂടെ ഒരു ദിവസം ഇങ്ങ് പോരെ, നമുക്ക് ക്രിസ്മസിന് അടിച്ചു പൊളിക്കാം. അന്ന് ക്രിസ്മസ് എന്ന ബിൻസീസ് ഫാമിലാക്കിയാലോ ന്യൂസ് 18? പിന്നല്ല, പോരെ. ശരി. എനിക്കൊന്ന് എന്തായാലും ന്യൂസ് 18 കൂടെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാനൊരു ഹായ് പറയട്ടെ കേട്ടോ. ഞാൻ ഇന്നലെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് 7:15 കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. ബിൻസി ചേച്ചി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഇത് കാണും, ഞങ്ങൾക്കും സംശയമില്ല കാര്യത്തില്. അതെ അതെ. അപ്പൊ ഈ അന്ന് പറഞ്ഞ പോലെ ബിൻസി ചേച്ചിയുടെ പോസിറ്റിവിറ്റി എന്താന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തേക്കുന്ന മനുഷ്യനാണ്. ചേട്ടായി നീട്ടി വിളിക്കും. ഞാൻ എപ്പോഴും പറയും ചേട്ടായി. ഞാൻ വീഡിയോയില് ഇത് ചെയ്യുമ്പോ ചേട്ടായി കൃഷിയിൽ, ഞങ്ങൾ രണ്ടുപേരും അതുപോലെ ചേട്ടായി കൃഷിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു, ഞാൻ വീഡിയോയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് രണ്ടുപേർക്കും ഇത് ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതെ അതെ അതെ, വളരെ വലിയ കാര്യം. സപ്പോർട്ട് ചെയ്യുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലായിടത്തും ഇത് ഉണ്ടാവണമെന്നില്ല ചേച്ചി. ശരിയാ, തീർച്ചയായിട്ടും. എനിക്ക് ആ തോട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് കാണിക്കാമോ? എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട്. നമ്മള് ഇപ്പൊ നിൽക്കുന്നിടത്തുള്ളത് തക്കാളി മാത്രമാണ്. ഇങ്ങനെ തന്നെ പോകണ്ടേ ഞാന്? കുഴപ്പമില്ല. അങ്ങനെ തക്കാളി ചെടികൾ കാണാം മാത്രമാണ്. ഇപ്പുറത്തെ സ്ഥലത്തേക്ക് നോക്കിയാല് ഇത് കണ്ടോ, ചൈനീസ് ക്യാബേജ് ആണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ തിരിച്ചു കാണാൻ പറ്റുന്നുണ്ട്. ഇത് ബീൻസ് ആണ്, ആയി വരുന്നതേ ഉള്ളൂ, വള്ളി കെട്ടി കൊടുക്കണം. ഇത് ബ്രക്കോളിയാണ് ഈ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ ഇത് നീല ക്യാബേജ്, റെഡ് ക്യാബേജ്. നമ്മൾ തോട്ടം റെഡിയാക്കുന്നതേ ഉള്ളൂ. മനസ്സിലായി. അങ്ങോട്ട് കണ്ടോ, ഇവിടെ നിന്നെല്ലാം ഓരോ സാധനങ്ങളും നട്ടിരിക്കുക. ഇത് നമ്മുടെ സാധാ ക്യാബേജ്. ഇവിടെയാണ് കാടക്കൂടുള്ളത്. അവിടെ നീല ഷീറ്റ് കാണുന്നതാണോ? നീല ഷീറ്റ് അല്ലായിരിക്കുമല്ലോ, എനിക്കത് നീല വലയായിരിക്കും. നീല ഇങ്ങനെ നെറ്റ് ഇത് കണ്ടോ മുകളിൽ, അങ്ങനെയാണ് ഇതിന്റെ സംഭവം. സമയം പോവുമായിരിക്കും അല്ലേ? അതൊന്നും കുഴപ്പമില്ല. ഞങ്ങള് പിന്നെ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ആവേശമാണ്. വീഡിയോ എടുത്തു തുടങ്ങിയ പിന്നെ നിർത്തൂല. അതെ, ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ ബീൻസ് നട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നൂലാണ്, ഇങ്ങനെ ചാക്കുനൂലില്ലേ, ചണനൂല്. അതിലൂടെ മുകളിലേക്ക് പടർന്നു കയറാൻ അല്ലേ? പടർന്നു കയറാൻ. അതെ അതെ. ഇത് ക്യാബേജ്. ഓക്കെ. ഓരോന്ന് ഇങ്ങനെ ഇടവിളയായിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കും. അങ്ങനെ. മതി കുഴപ്പമില്ല. അത് ഒരു ചെറിയൊരു പിക്ചർ കിട്ടിയല്ലോ. അങ്ങോട്ടൊക്കെ ഒക്കെ ഉണ്ട്. നമ്മുടെ നഴ്സറി അവിടെ ഉണ്ട്. നഴ്സറിയിൽ എന്തൊക്കെയാ ഉള്ളത് ചേച്ചി? നമ്മൾക്ക് ആവശ്യമുള്ള തൈകളെല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത്. അല്ല, ഇത്രയും സ്ഥലത്ത് മേടിക്കുമ്പോഴേക്കും ഒത്തിരി പൈസയൊക്കെ ആകത്തില്ലേ? ഇപ്പൊ ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് തൈ, അതായത് ഞങ്ങൾ നല്ല സന്ദർശകർ വന്നാൽ അവർക്ക് കൊടുക്കുവോ, വിൽക്കുന്നുണ്ടോ തൈ ആയിട്ട്? നിലവിൽ ഇപ്പൊ നമുക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വിത്തുകളും മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ വരുന്നവർക്കും കൊടുക്കും, പിന്നെ അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്ന് വരെ പിടിച്ചു നിർത്തിയ ഒരു സംഭവം. കൃഷിയുടെ ചെറിയൊരു രീതിയിൽ അതും ചെയ്തു പോയി. എന്തോ ഒരുപാട് പേര് ആവശ്യക്കാരായിട്ട് വരാറുണ്ടോ? ഉണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പുതിയതായിട്ട് അടുക്കള കൃഷിയിലേക്ക് കയറി ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ എഴുതി ചോദിക്കും അല്ലേ? അതെ വാട്സാപ്പിൽ ചോദിക്കും, അപ്പോൾ അയച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ അത് നമ്മൾ ഉള്ളിലേക്ക് ആയതുകൊണ്ട് പറഞ്ഞോ. അല്ല, ഇപ്പൊ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് ഇത്ര നാള് നമ്മൾ ടൗൺ
കേന്ദ്രീകരിച്ചൊക്കെ ആയിരുന്നു. സ്വന്തമായിട്ടായപ്പോ നമ്മൾ ഉള്ളിലേക്ക്, കാരണം ഉള്ളിലേക്ക് വന്നാലേ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോ കുറച്ച് ഡിലേ ഒക്കെ വരുന്നുണ്ട്. എങ്കിലും അതെല്ലാം ഇനി റെഡിയാക്കണം, പണിയും കൂടെ ഒക്കെ നടക്കുന്നത് കൊണ്ടേ. അതൊക്കെ നമുക്ക് എല്ലാം സെറ്റ് ആവട്ടെ. ഇപ്പൊ ആ ഫാം പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മളെ അറിയാലോ, അതുകൊണ്ട് ഒരു വലിയ സന്തോഷമാണ്. വേറെ എങ്ങനെയാ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ? ഇടയ്ക്കൊക്കെ ആളെ വിളിക്കും. നമ്മുടെ വാട്സാപ്പ് നോക്കാനും സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കാനും ഒക്കെ ഒരു കൊച്ചുണ്ട്, ഇവിടെ അടുത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ കൂടാതെ കൃഷിപ്പണികൾക്കൊക്കെ അത്യാവശ്യം പുറത്തുനിന്ന് ആളെ വിളിക്കും. ഇപ്പോഴത്തെ ഉള്ള പണികൾക്കൊക്കെ പുറത്തുനിന്ന് ഇച്ചിരി ആൾ ആവശ്യമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട. പ്രത്യേകിച്ച് ഇപ്പൊ അത് വളർന്നു വരുന്നൊരു സമയം കൂടിയാണല്ലോ അല്ലെ, വളരെ കെയർ വേണം. അതല്ല, ആദ്യത്തെ ഈ തടമെടുക്കലും ഈ ഡ്രിപ്പ് ഇറിഗേഷനും മൾച്ചിങ്ങും എല്ലാം നമ്മൾ തന്നെയാ ചെയ്യുന്നത്. ഈ തടമെടുക്കലും മണ്ണിളക്കലും ഒക്കെ ഇല്ല, അതിനൊക്കെ കുറച്ചുകൂടെ നമ്മൾ തന്നെ ചെയ്താൽ തീരത്തില്ല. അതെ 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 അതെ. ഇനി എന്താ ഒരു പരീക്ഷണം രണ്ടുപേരും കൂടി നടത്താൻ ശ്രമിക്കുന്നത് കൃഷിയില്? പരീക്ഷണം എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം അല്ലേ ഏട്ടായി? ഞങ്ങൾ കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു സാധനമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, അതിപ്പോ പറയത്തില്ല, കണ്ടുപിടിച്ച് കഴിയുമ്പോഴേ പറയത്തുള്ളൂ അല്ലേ ഏട്ടായി? എല്ലാത്തിനും ചേട്ടായിനോടൊരു പിന്നെ ചോദ്യമുണ്ട്, ചിരിയോട് ഉത്തരവുണ്ട്. ഉണ്ട്. അതെ അതെ, നമ്മുടെ സ്ഥലം. അതെ അതെ. അപ്പൊ ന്യൂസ് 18 ദിയ 2024 ഗ്രീൻ തമ്പ് അവാർഡ് വിജയിച്ച ബിൻസി ജെയിംസ് ആണ്, ബിൻസീസ് ഫാമിന്റെ ബിൻസി ജെയിംസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ബിൻസി ചേച്ചി, ജെയിംസ് ചേട്ടാ, ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവിട്ടതിന്. നമ്മൾ ഓരോ ദിവസങ്ങളിലും ഇതുപോലെ ഓരോ അവാർഡ് ജേതാക്കളെയും പ്രേക്ഷക മുന്നിലേക്ക് ടെലിവിഷനിലൂടെ തത്സമയം എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലൈവായിട്ട്, അതായത് ഇങ്ങനെ നിങ്ങളുടെ ഫാമൊക്കെ കാണിച്ച് ഇങ്ങനെ ആക്റ്റീവായി നിന്നത് നിങ്ങളൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. താങ്ക് യു ഇങ്ങനെ ഒരു അവാർഡ് തരാനും നമ്മളെ കുറച്ചുകൂടെ നമ്മളെ ഒരു ലെവല്, ഓരോ പടികളാണല്ലോ നമ്മുടെ ജീവിതത്തില്, അതിൽ ഒരു പടിയും കൂടെ കയറാനായിട്ട് ന്യൂസ് 18 വഴി ഞങ്ങൾക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷം എൽദോ, നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും പരിചയപ്പെട്ടതിലും എല്ലാം ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും നിങ്ങളുടെ ആ സ്നേഹം അനുഭവിച്ച് തന്നെയാണ് ഞങ്ങൾ അന്ന് നിങ്ങളെ അവിടെ വിട്ടതെന്നുള്ളതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. അത്രമാത്രം സ്നേഹത്തോടെയാണ് നിങ്ങൾ ഇടപെടുന്നത്. ഞാനും പറയാൻ വന്നത്, നമ്മൾ വന്നതിലും നമ്മൾ മനസ്സിൽ ചിന്തിച്ചതിലും കൂടുതലായിരുന്നു ഞങ്ങളോടുള്ള സ്വീകരണവും സ്വാഗതം ചെയ്തതും ഒക്കെ. നമ്മളവിടെ വന്നപ്പോ അതൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങളല്ല, ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും അതൊക്കെ വല്ലാതെ, കാരണം നമ്മളോടുള്ള നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റും. അത് പറയാൻ വാക്കുകളില്ല. ചില കാര്യങ്ങൾക്ക് നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല, ചിലത് സംസാരിക്കുമ്പോൾ കണ്ണു നിറയും. അത് കുഴപ്പമില്ല, സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ടാണല്ലോ. അന്ന് നമ്മൾ അവാർഡ് ശേഷം എടുത്ത ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല, അതൊന്ന് അയച്ചു തരണം കേട്ടോ. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിട്ട് രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് എഴുതണം, അതിനാ ഓരോ ദിവസം ഓരോന്ന് എഴുതിയൊക്കെ വേണ്ടി ഇടാൻ. ഓക്കെ, ശരി. അപ്പോ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഒരുപാട് പുതിയ വീഡിയോകളുമായി, പുതിയ കൃഷി വിശേഷങ്ങളുമായി പ്രകൃതിയോട് ചേർന്ന് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ബിൻസീസ് ഫാം കാണുക, ബിൻസീസ് ഫാമിലെ വീഡിയോകൾ, വ്ലോഗുകൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക. കാരണം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മാത്രമല്ല ഇതുപോലെ വളരെ സരസമായി, വളരെ തന്മയത്വത്തോടുകൂടി, ഏറ്റവും നൈർമല്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന രണ്ടുപേരാണ് നിൽക്കുന്നത്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.